ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ നമ്മളെല്ലാവരും സമൂഹത്തിൽ കാണുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഒരു നേർക്കാഴ്ച. അത് ഒരു പക്ഷേ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇന്നിപ്പോൾ അതൊരു സോഷ്യൽ മീഡിയയിൽ അതൊരു തരംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തരംഗമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം മന്ത്രിമാർ, അത് മറ്റ് MLA MP അങ്ങനെയുള്ള ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒന്നുമില്ല കേട്ടോ, ഈ ഗണത്തിൽപ്പെടുന്നതല്ല. നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പ്രത്യേകിച്ച് മലയാളിക്കൊരു സ്വഭാവം കൂടി വരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. വിഷയം നമുക്കറിയാം, ഇപ്പോൾ UDF സർക്കാരിൻ്റെ മന്ത്രിസഭയാണ് കേരളത്തിലുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭ, മുഖ്യമന്ത്രി അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന അത്രയും അതിപ്രസരം LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രിക്കോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കോ ഉണ്ടായിട്ടില്ല. കാരണം ഇന്ന് മുഖ്യമന്ത്രി, അതുപോലെ ബന്ധപ്പെട്ട ആഭ്യന്തരമന്ത്രി അങ്ങനെയുള്ള മന്ത്രിമാർ ഏത് ചടങ്ങിനെത്തിയാലും ഒരു മൈക്കിൽ കൂടി സംസാരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നേതാക്കളുടെ അതിപ്രസരം ചുറ്റിനും കൂടി നിൽക്കുകയാണ്. വാർത്താ സമ്മേളനത്തിലൊക്കെ നമ്മൾ കാണാവുന്ന മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള വാർത്താ സമ്മേളനം പത്രസമ്മേളനമല്ല, അവർ ഈ ഏതെങ്കിലും ഒരിടത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ ചുറ്റും കൂടുന്നവർ ഇടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈ ഇടിച്ച് നിൽക്കുന്നവർ ചിന്തിക്കുന്നില്ല പൊതുസമൂഹം ഇവരെ പറ്റി എന്ത് വിലയിരുത്തുന്നു എന്നുള്ളത്. അത് ഇവർ വിലയിരുത്തുന്നെന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം അവർക്ക് സംസാരിക്കാൻ അവരുടെ മൈക്ക് പോലും തട്ടി മാറ്റുകയാണ്. കാരണം അതുപോലെ എങ്ങനെയെങ്കിലും ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി, അവരുടെ ശരീരം ഒന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടി, നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഈ മുഖം ഒന്ന് കണ്ടാൽ മതി എന്നുള്ള കണക്കൂട്ടിലാണ് ഭൂരിഭാഗം ആളുകളും ഇടിച്ചു നിൽക്കുന്നത്. അതൊരു പരിധി വരെ നല്ലതുമാണ്, അവരുടെ നന്നാകട്ടെ. പക്ഷേ ഇതൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് വെറുപ്പാണെന്നുള്ള ചിന്ത കൂടി ഇവർ കാണിക്കുന്നത് നല്ലതല്ല. ഉത്തരവാദിത്തപ്പെട്ട പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു സ്റ്റേജിലിരിക്കേണ്ടവർ ഇരിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ അവർ സംസാരിക്കുമ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ പോലും അവരവരുടെ സ്റ്റേജിൽ, പ്രത്യേകിച്ച് അവരുടെ ചെയറിലിരിക്കട്ടെ. അതല്ല ഇപ്പം കണ്ടുവരുന്നത്. ആ മൈക്കിനോടൊക്കെ ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നേതാക്കൾക്കോ മന്ത്രിമാർക്കോ അവർക്കൊന്നും പറയാനും പറ്റത്തില്ല. വെറുപ്പിച്ച് അവർ സംസാരിക്കത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത്തരം ആളുകൾ, നമുക്ക് പഴയ കാലങ്ങൾ ഓർമ്മ വരികയാണ്. ഇത്തരം ചില ആളുകൾ പല പ്രശ്നത്തിലും ഇടപെടുന്നു. മനസ്സിലായില്ലേ? ഒന്നിൽ ലഹരി കേസിൽ ഇടപെട്ടവരായിരിക്കും, അല്ലെങ്കിൽ പീഡന കേസിൽ ഇടപെട്ടായിരിക്കും. നാളെ അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടെന്നല്ല പറഞ്ഞു, ഇതിലെ ഉൾപ്പെട്ട പലരും ഈ ഫോട്ടോ കാണുമെന്നുള്ളതും ജനപ്രതിനിധികൾക്കും അറിയാം, മന്ത്രിമാർക്കറിയാം. പക്ഷെ അവർക്കൊന്നും തുറന്ന് പറയാനും പറ്റത്തില്ല. പക്ഷേ ഇത് ചെന്ന് നിൽക്കുന്നവർ ഒന്ന് ഓർക്കുന്നത് നല്ലതല്ലേ. ഇതുകൂടാതെ വേറൊരു കാര്യം കൂടെ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാൻ വേണ്ടി വരും. ചിലർ തച്ചിന് ഈ നേതാക്കളെയും കൊണ്ടും, അതിപ്പോൾ MP-മാരെയും കൊണ്ടും, രാജ്യസഭാ MP-മാരെയും കൊണ്ടൊക്കെ തച്ചിനങ്ങ് നടക്കുകയാണ്. കാരണം ഇവരെങ്ങനെങ്കിലും ഈ MP-യുടെയോ അല്ലെങ്കിൽ MLA-യുടെയോ തൊട്ടടുത്ത് പോയി നിൽക്കുകയാണ്. ചിലർ വടി പോലെ അങ്ങ് നിൽക്കുകയാണ്, കൊതിച്ചിരിക്കുന്നത് പോലും ഇല്ല, സെക്യൂരിറ്റി നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. കാരണം ഈ ഫോട്ടോ കൊണ്ട് ഇവർക്ക് എന്തോ നേട്ടമുണ്ടാകുന്ന രീതിയിലാണ് പലരുടേത് ഇപ്പോൾ. പക്ഷേ ഇത് ജനങ്ങളൊക്കെ അറിയാം ഈ സംഭവം. ഇത് കാണുന്നവർ, പ്രേക്ഷകരുണ്ടല്ലോ, അവർ വിലയിരുത്തുന്ന ഇവരെ പറ്റി എന്നറിയാമോ? ഇവനൊരു പണിയില്ലെന്നാണ് ചിന്തിക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇവനൊരു പണിയില്ലെന്നാണ് ചിന്തിക്കുന്നത്. ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചില പാർട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നത്, പാർട്ടിയുടെ നേതാക്കളെ എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും നോക്കിയാൽ. കാരണം വിശിഷ്ട വ്യക്തികളായിട്ടും അതുപോലെ തന്നെ ഫംഗ്ഷനുകളിലും ഇവർ കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് തൊട്ടിപ്പുറത്ത് മാറി നിൽക്കുകയാണ് സൈലൻ്റായിട്ട്.
ആ പരിപാടി തീരുന്നിടം വരെ ഇവരവിടെ കാണും, എസ്കോട്ട് പോലെ. എന്ന് ചിരിക്കുമോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഓഡിയൻസ് ഇത് കാണുന്നുണ്ടെന്നുള്ള ചിന്തയൊന്നും ഇവർക്കില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ. കാരണം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, ഇതുകൊണ്ട് പല ഉപയോഗം പലർക്കും ഉണ്ട്. ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി MLAയുടെ MP യുടെയോ അല്ലെങ്കിൽ രാജ്യസഭാ MP യുടെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് പലർക്കും അത് കാണിച്ചു കൊടുത്താൽ പല നേട്ടങ്ങളുണ്ടാകും. മനസ്സിലായില്ലേ? ഇന്നേ മന്ത്രിയുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊരു ബിസിനസ്സാക്കി മാറ്റുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. എല്ലാവരും കടടച്ച് പറയുകയല്ല നമ്മൾ. പക്ഷേ ഇത് നിൽക്കുന്നവരും ഈ പൊതുസമൂഹത്തിൽ ആളുകൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ വരുന്ന മന്ത്രിമാർ, ഏത് മന്ത്രി ആയിക്കോട്ടെ, മന്ത്രിമാരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും അവർക്കൊരു സ്വാതന്ത്ര്യം കൂടെ ചെയ്ത് കൊടുത്തുകൂടെ? പക്ഷേ ഞാൻ ചോദിക്കുന്നത്, കാണികളായിട്ട് പ്രേക്ഷകരായിട്ട് എത്രയോ പേര് ഇവരുടെ പ്രസംഗം കേൾക്കുവാനും മറ്റും നോക്കി നിൽക്കുന്നു അല്ലെങ്കിൽ ഇരിക്കുന്നു. ചിലർക്ക് വന്നു. പക്ഷേ അവരുടെ മാനേഴ്സോ അവരുടെ കൾച്ചറോ അതിന് ഇഷ്ടപ്പെടുന്നില്ലാത്തവരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇത്ര ഇടിച്ച് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ലാത്തവർ. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പം ഏതൊരു പാർട്ടിയുടെ തലപ്പത്താണെങ്കിലും നമ്മളൊരു കാര്യം നമ്മുടെ കണ്ണാടി നോക്കി നമ്മൾ നല്ലതാണെന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഇടിച്ച് നിൽക്കുക. അതോ ചിലരാണെങ്കിൽ ഒരു സൈഡ് പോലും നോക്കും, നേരെ സ്ട്രൈറ്റായിട്ട് നോക്കി നിൽക്കുകയാണ് ആ ക്യാമറയിലേക്ക്. പലപ്പോഴും ഞാൻ ഉടനടി വാർത്തയുടെ വീഡിയോ എടുക്കുമ്പോൾ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. കാരണം ഇങ്ങനെ നോക്കി നിൽക്കുന്നവരെ ഒരു ഫോട്ടോഗ്രാഫർ ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല. അവന് ഫോട്ടോയ്ക്ക് ഒരു ഫേസ് പോലും കൊടുക്കത്തില്ല. ആ ഫോട്ടോ കൊടുക്കുവാൻ താല്പര്യം പോലും അവൻ കാണിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പം കൾച്ചറില്ലാത്ത പെരുമാറ്റം പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇതുപോലെ ഫംഗ്ഷനുകളിൽ, ഇതുപോലുള്ള സദസ്സുകളിൽ കാണിക്കുന്നവർ ഒരു മര്യാദ കാണിക്കുക. അവൻ അറിയാതെ അവൻ്റെ ഫോട്ടോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചിന്തിക്കുന്ന ഒരു പരിധിവരെ നന്നാണ്. അതാണ് ഞാൻ വ്യത്യസ്തമായൊരു വീഡിയോ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ബാധകമാണ്. കാരണം നമ്മളറിയാതെ തന്നെ നമ്മളൊരു ഫോട്ടോ എടുത്ത് ഒരു വീഡിയോ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതാണ് ജനം ശ്രദ്ധിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഇതാണ് നമ്മുടെ വീഡിയോയുടെ മുഖ്യ വിഷയം. എല്ലാവരും ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യുക. ഉടനടി വാർത്തയ്ക്ക് വേണ്ടി കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ.